വിവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ അധികാരത്തിലേറി 10 ദിവസം കഴിഞ്ഞെങ്കിലും കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് തുടരുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടെത്തി, പക്ഷേ ഈ പാർട്ടി നേതൃത്വത്തെ, മുഖ്യമന്ത്രി അടങ്ങുന്ന പാർട്ടി നേതൃത്വത്തെ നയിക്കാൻ അവിടെ ഒരു KPCC അധ്യക്ഷനില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ അധ്യക്ഷ സ്ഥാനത്തിനായുള്ള തർക്കം മുറുകുമ്പോൾ തീരുമാനവും അനന്തമായി ഇങ്ങനെ നീളുകയാണ്. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത്, ഈ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ഒരു വടംവലി ക്രൈസ്തവ സഭയ്ക്കിടയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി എത്ര നാളുകൾ കഴിഞ്ഞാണ് അധികാരത്തിലേറിയെന്നത് നമ്മൾ കണ്ടു. ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിവാദങ്ങൾ. അതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയും വലിയ തരത്തിലുള്ള ഒരു ചർച്ച, വിവാദമൊക്കെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ ഈ കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്? എന്താണ് കേന്ദ്ര നേതൃത്വത്തിനും കേരളത്തിലെ നേതാക്കൾക്കും തലവേദനയായി മാറുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി, രോഹിണി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൈവരിച്ചിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേറിയിരിക്കുന്നു. പക്ഷേ പാർട്ടി അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നു. നേരത്തെ മുൻ KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് ഇത്തരത്തിൽ മന്ത്രിയായതോടുകൂടി തന്നെയാണ് അവിടേക്ക് അടുത്ത KPCC പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതോടുകൂടി തന്നെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. സാമുദായിക പ്രാതിനിധ്യം പരിഗണനയൊക്കെ നോക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, നേതാക്കൾ തമ്മിലുള്ള ഒരു വടംവലി ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിയമിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നു. ഇതോടുകൂടി തന്നെയാണ് KPCC പ്രസിഡന്റ് ആരാകുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത്. നിരവധി നേതാക്കളാണ് ഇത്തരത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ജോസഫ് വാഴക്കൽ തുടങ്ങിയ ഒരുപറ്റം നേതാക്കളുടെ പേര് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ ക്രൈസ്തവ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നു. ജോസഫ് വാഴക്കലിനെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദളിത് പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന ഒരു ആവശ്യമായിട്ട് നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് AICC നേതൃത്വത്തെ സമീപിച്ചിരുന്നു. ഇനി അടൂർ പ്രകാശിൻ്റെ പേര് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് നമുക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ഈഴവ പ്രാതിനിധ്യം അത് കണക്കിലെടുത്തുകൊണ്ട് അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷനാക്കണം എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ, ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാകുന്നു. നമുക്കറിയാം, നേരത്തെ ഈ സണ്ണി ജോസഫിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അവിടെയും ആരാകുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി പേരുകൾ വരുന്നെങ്കിൽ പോലും അതിൽ പിന്നീട് തർക്കങ്ങൾ രൂക്ഷമാക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമൊക്കെ നിലനിന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു വിജയം കൈവരിച്ച് സർക്കാർ അധികാരത്തിൽ, UDF-ന്റെ സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നു, കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുന്നു. പക്ഷേ അപ്പോഴും KPCC അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. തമ്മിൽ ഗ്രൂപ്പ് വഴക്കുകൾ അടക്കം മുറുകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ KPCC അധ്യക്ഷന് വേണ്ടി തന്നെ, അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി തന്നെ നേതാക്കൾ വടംവലി കൂടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ അനന്തമായിട്ട് നീളുന്ന ഈ KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അനന്തമായി നീണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സാമുദായിക പരിഗണന അല്ലെങ്കിൽ പ്രാതിനിധ്യമൊക്കെ നോക്കണമെന്ന് ഒരു ഭാഗം പറയുന്നു. മറ്റൊരു ഭാഗം രമേശ് ചെന്നിത്തലയാണ്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി ആകണമെന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചകെട്ടി നിന്ന ആളാണ്. എന്നാൽ അവസാന നിമിഷമാണ് VD സതീശനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോയത്. അത് കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീടാണ് മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന് പറയും ആഭ്യന്തരമന്ത്രി സ്ഥാനം പിന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെയാണ് തൻ്റെ ആളെ, അല്ലെങ്കിൽ താൻ പറയുന്ന ആളെ KPCC പ്രസിഡന്റായി നിയമിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പല നേതാക്കളും ഇത്തരം അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ്. ആരെ തെരഞ്ഞെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കം ഈ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിമുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് KPCC നേതൃത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല വലിയ വിവാദങ്ങൾ വഴിവെച്ചത്. KPCC അധ്യക്ഷന്റെ കസേരയ്ക്ക് വേണ്ടിയും വടംവലി നടക്കുന്നുണ്ട്. അവിടെ RC പക്ഷമുണ്ട്, VD പക്ഷമുണ്ട്, KC പക്ഷമുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ഒരു നാഥനില്ലാത്ത അവസ്ഥ, കോൺഗ്രസിന് ഒരു നാഥനില്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്.